യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം 17-ാം വാക്യത്തിന്റെ അവസാന ഭാഗങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തും. തന്റെ സ്വന്തം മക്കളായ ഇസ്രായേൽ ജനത്തോട് സ്വർഗത്തിലെ ദൈവം പറയുകയാണ്, ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തും. സമൂഹത്തിലേക്ക് നാം നോക്കിയാൽ, നമ്മുടെ ചുറ്റുപാടിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ, എവിടെ നോക്കിയാലും ഏതൊരു മനുഷ്യരോട് സംസാരിച്ചാലും, ഏതൊരു വ്യക്തിയോട്, സ്ത്രീയോടാകട്ടെ പുരുഷനോടാകട്ടെ, നാം തുറന്ന് സംസാരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വരുമ്പോൾ, അവരുമായിട്ട് ഇടപഴകി സംസാരിക്കുമ്പോൾ ഒന്നൊഴിയാതെ ഏതൊരു വ്യക്തിയും അവരുടെ ഹൃദയം തുറക്കുമ്പോൾ അവിടെയെല്ലാം മുറിവേറ്റിരിക്കുന്ന ഹൃദയങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. നമുക്കറിയാം, പുറമേ നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവുണ്ടായാൽ, കയ്യിലോ കാലിലോ ശരീരത്തിൽ ഭാഗങ്ങളിൽ എവിടെയെങ്കിലുമോ ഒരു മുറിവുണ്ടായാൽ നാം അതിനെയെല്ലാം ചികിത്സിച്ച് ആ മുറിവ് കെട്ടി അതിനെ സൗഖ്യമാക്കുവാൻ എത്രയും പെട്ടെന്ന് അധ്വാനിക്കും. ആ മുറിവ് ആഴമേറിയതാണെങ്കിൽ, മുറിവിന്റെ ആഴം വലുതാണെങ്കിൽ, അത് ഏറ്റവും നല്ലൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഏറ്റവും വിദഗ്ധനായ ഒരു ഡോക്ടറെ കൊണ്ട് അത് ചികിത്സിപ്പിക്കുവാനും, അതിന് വേണ്ടതായ ആ മുറിവ് ഉണങ്ങുവാൻ വേണ്ടതായ മരുന്ന് കഴിക്കുവാനും ആന്റിബയോട്ടിക്സ് എടുക്കുവാനും എല്ലാം നാം തയ്യാറാവും. എന്നാൽ ഹൃദയത്തിൽ ഒരു മുറിവുണ്ടായാൽ ആ മുറിവിനെ നാം ചികിത്സിക്കാറുണ്ടോ? ഇവിടെ ജീവനുള്ള ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തുമെന്ന്. ഹൃദയത്തിനേറ്റ മുറിവുകളെ ഉണക്കുവാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വന്നാൽ ആ വ്യക്തിയുടെ ഹൃദയത്തിലെ മുറിവുകളെ ഉണക്കുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിന് ജീവനുള്ള വചനത്തിന് കഴിയും. നല്ലവനായ യേശു ക്രിസ്തുവിന്റെ അരികിലേക്ക് നാം കടന്നു വരുന്നുവെങ്കിൽ ഇന്ന് നമ്മുടെ ഹൃദയത്തിലുള്ളതായ മുറിവുകളെ ഉണക്കുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയും. പ്രിയപ്പെട്ട ദൈവവൈതലേ, പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ, ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നിന്റെ ഹൃദയത്തിൽ മുറിവുകളുണ്ടോ? ഇന്ന് ഈ വചനങ്ങളെ കേൾക്കുമ്പോൾ ജീവനുള്ള ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് നിന്റെ ഹൃദയം ഏൽപ്പിച്ചു കൊടുക്കും, നിന്റെ ജീവിതം കൊടുക്കുന്നുവെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു നിന്റെ ആന്തരിക മുറിവുകളെ ഉണക്കും. അതെ, ആന്തരിക മുറിവുകൾ ഉണക്കുവാൻ പറ്റിയതായ ഏറ്റവും നല്ല ഔഷധം കയ്യിലുള്ളത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരങ്ങളിൽ മാത്രമാണ്.